എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ബാക്കിയെല്ലാം ഓക്കെ ആണ്, നിന്റെ പ്രൊഫൈലും കാര്യങ്ങളും നീ സംസാരിച്ച എല്ലാം ഓക്കെ ആണ്, പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, നീ കല്യാണം കഴിക്കാൻ പോവാ. ഐ വാസ് ലൈക്ക്, കല്യാണമോ? എനിക്കിപ്പം മെയിനായിട്ട് എൻ്റെ കരിയർ മുഖ്യം. ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നുണ്ടാവുന്നില്ലായിരിക്കും. Hi guys, welcome back to my YouTube channel. I am Abhi. In this video you can find some really nice simple makeup routine with me, as though I am not a good makeup artist. So let's get into the video. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ദീപാവലി ലുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട്. സോഫാർ എൻ്റെ അടുത്ത് അങ്ങനെ വലിയ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു കൺസീലർ ഉണ്ട്, ആൻഡ് എന്താ പറയുക, ഒരു ബ്ലഷ് ഉണ്ട്, മസ്കാര, പൊട്ട്. സോ ഒരുപാട് നീട്ടുന്നില്ല, അങ്ങനെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പം എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് ഓരോന്ന് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ മെബിലൈൻ്റെ ഫിറ്റ്മിയുടെ മാറ്റ് പ്രോലെസ് നമ്മുടെ SPF 22 PA+++ ആ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 310 ആണ്. ഇതിൽ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അടുത്തത് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇൻസൈറ്റിൻ്റെ ഒരു ഇത് ആക്ച്വലി ഞാൻ കൺസീലർ പോലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾസ് അങ്ങനത്തെ ഒക്കെ സാധനത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമ്മുടെ അടുത്ത് വന്നിട്ട് കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് ആണിത്, പക്ഷെ ഞാൻ ഇതൊരു ബ്ലഷ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് പിന്നെ നമ്മുടെ ലിപ്പ് ഒന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽവയുടെ ഞാനൊരു ലിപ് ബാം വാങ്ങിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് മാർസിൻ്റെ മസ്കാര, ആൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഐലൈനർ. ഇപ്പം ഞാൻ എൻ്റെ ഡബിൾ മൈൻഡിലിരിക്കുകയാണ് ഐലൈനർ യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന്. സോ ഐലൈനർ ആൻഡ് ഒരു മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ലിപ് ടിൻഡ്, നമ്മുടെ മാർസിൻ്റെ. ഐ ഡോണ്ട് നോ വൈ, എനിക്ക് മാർസിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അഫോർഡബിൾ ആണ്. അന്ന് അവരുടെ ക്വാളിറ്റി വൈസ് ആണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. എന്താ പറയുക, അടിപൊളിയാണ്, അഫോർഡബിൾ ആണ്. യങ്സ്റ്റേഴ്സിന്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ എന്താ പറയുക, സ്കൂൾ കോളേജ് പിള്ളേർക്കൊക്കെ വലിയ ബ്രാൻഡിൽ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നവർക്ക് സ്വിച്ച് ടു മാർസിൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ പ്രോഡക്ട്സ്. ഇത് നല്ലൊരു ടിൻഡാണ്. ഇതിൻ്റെ വേറെ ഒരെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അതും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ, ടു വാച്ച് ഔട്ട്. ഓക്കെ. ആൻഡ് പിന്നെ നമ്മുടെ ബ്ലഷ്, ബ്ലഷ് എന്താ പറയുക, മറ്റേ. അപ്പം ഇതെല്ലാം ഇടുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടൊരു നടന്നൊരു ഇൻസിഡൻറ്റ് പറയാം. സോ എനിക്കറിയില്ല, നമ്മളിപ്പോൾ ഒരു ജോബ് നോക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ ഒരു 2 years ഒക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, ഒരേ ഫേമിൽ നിൽക്കുകയാണ്. ദെൻ വി വോണ്ട് ടു സ്വിച്ച് എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ജോബ് നോക്കുമല്ലോ. നമ്മൾ ജോബ്സ് നോക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇവർ JD എല്ലാം വൃത്തിക്ക് കൊടുക്കും, എല്ലാം ഭംഗിയായിട്ട് കൊടുക്കും. പക്ഷേ ഐ ഡോണ്ട് നോ വൈ, ഇഫ് ദേ വോണ്ട് ടു നോ അവർ പേഴ്സണൽ ലൈഫ്, അതും എന്താ ഇവർ കൊടുക്കാത്ത, മെൻഷൻ ചെയ്യാത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഫേമിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയണില്ല. പോയി, ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബട്ട് കുറേ നാളിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു പാനിക്കും കാരണം കൊണ്ടാണ് ഞാനത് നഷ്ടപ്പെടുത്തിയത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പറയുന്നതുകൊണ്ട് മടിയൊന്നുമില്ല. ബിക്കോസ് എപ്പോഴും നമുക്ക് കയറുമ്പോൾ തന്നെ എല്ലാം കിട്ടണമെന്നില്ല, അത് വേറൊരു കാര്യം. സോ എനിക്ക് പക്ഷേ രണ്ടാമത് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഈവൻ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, എല്ലാം വെല്ലായിട്ട് പോയി. അവർ ചോദിച്ചതിനൊക്കെ എല്ലാം മറുപടിയും പറഞ്ഞു. പക്ഷേ ദേ വോണ്ട് ടു നോ മൈ ഏജ്. സോ ദേ ആസ്ക് മൈ ബോൺ ഇയർ. അപ്പം ഞാൻ പറഞ്ഞു ഐ വാസ് ബോൺ ഇൻ 1999. ആൻഡ് ദേ ആസ്ക് മീ ഇപ്പം എത്ര വയസ്സായി. ഐ സെഡ് ഇൻ ദിസ് ഒക്ടോബർ ഐ വിൽ ബി at 26. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ് ഓക്കെ ഫൈൻ, എല്ലാം പറഞ്ഞു, ഓക്കെ ഫൈൻ. ദെൻ ഐ എനിക്ക് ഈ ഒരു ജോബ് കിട്ടിയത് ഒരു കൺസൾട്ടൻസി ത്രൂ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ JDക്കകത്തൊക്കെ എന്താ കൊടുക്കുക, നമുക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ഇത് വേണം, അത് വേണം, എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടോ. നമുക്കിപ്പം ഒരു ഫേമിൽ കയറുമ്പോൾ, ഇപ്പം ഏതൊരു ഫേമിൽ കയറുമ്പോൾ നമ്മളൊരു ഫ്രഷറായിരിക്കും, ഏതൊരു ഫീൽഡിലായിരിക്കും നമ്മൾ ഫ്രഷറായിരിക്കും വരുന്നത്. സോ
അവർക്ക് നമ്മളെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ ദേ വോണ്ട് ടു മെൻഷൻ, അല്ലെങ്കിൽ ദേ ഹാവ് ടു മെൻഷൻ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ അവർ പറയും. സോ ഫസ്റ്റ് നമ്മൾ കൺസീലർ ഇട്ടു, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫൗണ്ടേഷൻ. ആൻഡ് ഒരുപാടൊന്നും ഇടുന്നില്ല. ഐ എം കണ്ടിന്യൂയിങ് മൈ സ്റ്റോറി. അപ്പം അവർ എൻ്റെ അടുത്ത് ഏജ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം 26. ഈ ഒക്ടോബർ ആകുമ്പോൾ ഞാൻ 26 ആകും. സോ ഷീ വാസ് ലൈക്ക് ഓക്കെ, എവിടാണ് വീട്? ഐ സെഡ് എൻ്റെ വീട് മാവേലിക്കര. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അപ്പം ഇവിടെ എത്ര ആയി? ഞാൻ പറഞ്ഞു ഇവിടെ ഒരു 2.8 months ആയി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ള രീതിയിൽ. ആൻഡ് ഷീ ആസ്ക്ഡ് മീ മാരേജ് പ്ലാൻസ് ഉണ്ടോ? ഐ വാസ് ലൈക്ക് ഹേ. ഞാനപ്പം ഇപ്പം ഇല്ല, ഒരു 1.5-2 years ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാരേജ് പ്ലാൻസ് ഈസ് ലൈക്ക് നമുക്കിഷ്ടമുള്ളപ്പോഴാണ് നമ്മളത് കെട്ടുന്നത്. പിന്നെ ചോദിച്ചുകൊണ്ട് നമ്മളതിനുള്ളൊരു ആൻസർ പറഞ്ഞു. ആൻഡ് ഷീ ആസ്ക്ഡ് മീ കമ്മിറ്റഡ് ആണോ, എന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാം നോക്കി വെച്ചേക്കുവാണ്? ഞാൻ പറഞ്ഞു അതെ, നോക്കി വെച്ചേക്കാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പോഴേ ഒന്നും ഉണ്ടാവില്ല കല്യാണം എന്നുള്ള രീതിയിൽ ഐ മെൻഷൻ ഹർ. ആൻഡ് ഷി വാസ് ലൈക്ക് സൂപ്പർ ഹാപ്പി, ഒരു കുഴപ്പമില്ല. ഷി വാസ് ആക്ടിങ് ലൈക്ക് ഓൾ ഗുഡ്, എല്ലാം അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ. യാ ഇറ്റ് വെൽ ഓൾ ഗുഡ്, സത്യം പറയാമല്ലോ. അത് കഴിഞ്ഞ് എന്നെ വിട്ട ആ ഒരു കൺസൾട്ടൻസിയിൽ നിന്ന് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ബാക്കിയെല്ലാം ഓക്കെ ആണ്, നിന്റെ പ്രൊഫൈലും കാര്യങ്ങളും നീ സംസാരിച്ച എല്ലാം ഓക്കെ ആണ്, പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, നീ കല്യാണം കഴിക്കാൻ പോവാണ്. ഐ വാസ് ലൈക്ക് ഹേ, കല്യാണമോ? അപ്പം ഞാൻ പറഞ്ഞു നീ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ബട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ സത്യസന്ധമായി അതിനുള്ള ഉത്തരം പറഞ്ഞു. എനിക്ക് കള്ളം പറഞ്ഞ് കയറണമെന്നോ അങ്ങനൊന്നും ഇല്ല. സോ ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. സോ കമ്പാരിറ്റീവ്ലി എനിക്കറിയാം എൻ്റെ കല്യാണം എപ്പോൾ നടക്കും എന്നുള്ള സംഭവം എനിക്കറിയാം. അപ്പം ഞാൻ ഓക്കെ പറയുമ്പോഴേ എൻ്റെ കല്യാണം നടക്കുകയുള്ളൂ. ഫസ്റ്റ് ഇപ്പം എനിക്ക് എൻ്റെ കരിയർ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കരിയർ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കല്യാണത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ എനിക്കിപ്പം മെയിനായിട്ട് എൻ്റെ കരിയർ മുഖ്യം. ഇപ്പം നമുക്കിപ്പം എനിക്ക് വേണേ ഒരു കോർപ്പറേറ്റ് ലൈഫ് തന്നെ ഫോക്കസ് ചെയ്ത് പോകണമെന്നുണ്ടാ, എനിക്ക് അവിടുന്ന് ഒരു പേ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പാഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതും ഫോളോ ചെയ്യുക. നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ആ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നതിന് നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു തിങ്ക് എ വേ, നമുക്ക് അവിടത്തേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഏതൊരാൾക്ക് ഈ പറയുന്ന ഇന്ത്യയിലുള്ള ഏതൊരു കോമൺ മാൻ ആണെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള വുമൺ ആണെങ്കിൽ പോലും സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും. കാരണം ഈ പറയുന്ന ചുരുക്കമായിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഈ കോർപ്പറേറ്റ് ലൈഫ് ആഗ്രഹിക്കുന്നുള്ളത്. ഇപ്പം എനിക്ക് പറയുന്നതിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇഫ് ഐ ആം ഫിനാൻഷ്യലി വീക്ക്, എനിക്ക് എല്ലാവരും ചിന്തിക്കും വീട്ടിൽ അച്ഛനും അമ്മയില്ലേ. വീട്ടിൽ അച്ഛനും അമ്മയില്ലേ എന്ന് ചോദിക്കുക, പിന്നെ എന്തിനും നമ്മൾ ഇത്രയും പഠിച്ചു. അപ്പോൾ ഓക്കെ, ആ ഒരു സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞു നീ കല്യാണം കഴിക്കാൻ പോകും, അതാണ് അവരുടെ പ്രശ്നം, നീ കയറി ഉടനെ കല്യാണം കഴിക്കും, സോ ലീവും കാര്യങ്ങളും വേണം, അങ്ങനെ പറയാം. സോ എനിക്ക് മനസ്സിലാകാത്ത അവരെന്തുകൊണ്ട് അത് JD-യിൽ മെൻഷൻ ചെയ്യണില്ല? അല്ലെങ്കിൽ പറയണം ഞങ്ങൾക്ക് സിംഗിളായിട്ടുള്ള ആൾക്കാരെ വേണ്ടത്, അല്ലെങ്കിൽ പോട്ടെ ഇവർക്ക് കല്യാണമാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ടു മെൻഷൻ ഞങ്ങൾക്കൊരു മാരീഡ് ആയിട്ടുള്ള ആളെ വേണ്ടേ. അപ്പോൾ ഉടനെ കല്യാണം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ 2 പിള്ളേരുള്ള ആൾക്കാരെ വേണ്ടെന്ന് പറയണം. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ ദിവസം ഇതിൻ്റെ ബാക്കിൽ ഞാൻ നടന്നു, കുറേ ദിവസം ഇതിൻ്റെ പുറകിൽ നടന്നു. ഇപ്പോൾ ഞാൻ എന്തിനും ചോദിക്കുന്നത്, കാരണം സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് മാറ്റണം. ആൻഡ് ഐ ആം ഡൂയിങ് ലോട്ട് ഓഫ് എഫേർട്ട്. പക്ഷേ എന്തോ എനിക്ക് പറ്റുന്നുണ്ടാവുന്നില്ല, സാഹചര്യങ്ങൾ എനിക്ക് ഒത്തുവരുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല ആരെയും. ഇഫ് യു വാണ്ട് നോൺ മാരീഡ് വുമൺ ഓർ കല്യാണം കഴിക്കാൻ ഇപ്പോഴേ നോക്കുന്നില്ല എന്നുള്ള ആൾക്കാരെയാണെങ്കിൽ പ്ലീസ് മെൻഷൻ ദാറ്റ്. എനിക്ക് വേറെ ഒരു റിഗ്രറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളത് മെൻഷൻ ചെയ്യണം. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങളുടെ ഫാമിലി അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യണം. അതനുസരിച്ചുള്ള ആൾക്കാരായിരിക്കും അതിന് അപ്ലൈ ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ അത്ര അപ്ലൈ ചെയ്ത് വന്നു, ഇൻ്റർവ്യൂ എടുത്തു,
അതിൻ്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നിൽക്കുന്ന ഫേമിൽ ലീവ് ഇട്ടിട്ട് നമ്മൾ അല്ലെങ്കിൽ 1 hour എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അപ്പം അതിൻ്റെ ബാക്ക് സ്റ്റോറി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഒരു റീസണിൽ നമ്മൾ റിജക്റ്റ് ആവുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര 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 വിഷമവും ബുദ്ധിമുട്ടുമാണ് അത് വരുന്നത്. ഈവൻ ദോ പഴയ കാലഘട്ടമല്ലേ ഇപ്പം നടക്കുന്നത്. ആഫ്റ്റർ മാരേജ് ഓൾസോ പാർട്ട്നേഴ്സ് വിടുന്നുണ്ടെന്നല്ല അല്ല പോകുന്നുണ്ട്. ദേ ആർ നോട്ട് ആസ്കിങ് പെർമിഷൻ. കരിയർ ഇപ്പം ഇപ്പോഴത്തെ ലൈഫ് ജനറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടുപേരും വർക്കിംഗ് ആവണം. അതാണ് ഈക്വൽ റെസ്പെക്റ്റ് വേണം. രണ്ടും വർക്കിംഗ് ആവണം, രണ്ടുപേരും ഏൺ ചെയ്യണം, ഈക്വൽ റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ അജണ്ട. സോ എനിക്കതേ ഉള്ളൂ പറയാൻ. ഇത് എൻ്റെ ഒപ്പം നടന്നൊരു കഥയാണ്. ലിറ്ററലി എനിക്കത് നല്ല വിഷമം വന്നു അത് കേട്ടപ്പോൾ. ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? ആൾക്കാരല്ല, ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഇപ്പോഴും ഉണ്ടോ? എനിക്കതാണ് മനസ്സിലാവാഞ്ഞത്. സോ അപ്പോൾ ഞാൻ എവിടെ നിർത്തിയത്? നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, ബ്ലെൻഡ് ചെയ്തു, ബ്ലഷ് ഇട്ടിട്ടില്ല. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് മറ്റേ മാർസിൻ്റെ ടിൻറ്റഡ് ആ ഒരു ലിപ്സ്റ്റിക്കോ ലിപ് ടിൻ്റാണ് ഇത് കേട്ടോ. അത് നമുക്ക് വേണം കേട്ടോ ഇതാക്കി യൂസ് ചെയ്യാം. സി ഐ എം നോട്ട് ഈവൻ പ്രോ അറ്റ് ബ്ലെൻഡിങ് ഓൾസോ. ഇവിടെയൊക്കെ ഇരിക്കുന്നു, കണ്ണാടി നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയൊക്കെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം. സോറി, എൻ്റെ അടുത്ത് ഹൈലൈറ്ററും ഉണ്ട് ഗൈസ്, ഞാൻ മറന്നുപോയി. ഐഷാഡോ പാലറ്റും ഹൈലൈറ്റും. മേക്കപ്പ് ഒക്കെ പഠിക്കണം അല്ലേ? നമ്മൾ വിചാരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദോസ് ഇൻഫ്ലുവൻസേഴ്സ് ഹൂ ഓൾ ആർ ഡൂയിങ് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഫോർ ജസ്റ്റ് വീഡിയോന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് ഹാറ്റ്സ് ഓഫ്. എന്താ പറയുക, എനിക്ക് തന്നെ ഇപ്പോൾ ഇച്ചിരി ആയപ്പോഴത്തേക്കും പക്ഷെ ഇൻട്രസ്റ്റ് ഉണ്ട്. പയ്യെ പയ്യെ അവരൊന്ന് പഠിച്ചെടുത്താലേ ഉള്ളത്. ഇത് സി ഞാനിപ്പോൾ എൻ്റെ മസ്കാര ഇട്ടു. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പാട്ട്, മറ്റേ ഒരു ഹിന്ദി പാട്ടുണ്ടല്ലോ, ഐസ്ക്രീം ഖാവോ. അപ്പം ഇത് ഇനി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്തോ എനിക്ക് ആ ബ്ലഷ് ഇട്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. ഇപ്പം ഞാൻ ഐഷാഡോ പാലറ്റ് എടുത്തു. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ആണ്. ന്യൂ ബിഗിനേഴ്സിനൊക്കെ ഇത് ന്യൂ ആയിട്ട് ആരെങ്കിലും ഐഷാഡോ പാലറ്റ്, അതായത് ബിഗിനേഴ്സിന് ഐഷാഡോ പാലറ്റ് വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം 4 ഷെയ്ഡുള്ളത് ഉപയോഗിക്കുക. അതായത് 2 ഗ്ലിറ്ററിയും 2 ന്യൂഡ് ഷെയ്ഡ്സും, ഓർ അല്ലെങ്കിൽ ഒരു ഷിമ്മറി ഷെയ്ഡും ബാക്കിയുള്ളത് എല്ലാം ന്യൂഡ് ഷെയ്ഡ്സൊക്കെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു കളർ എടുക്കുന്നത് കേട്ടോ. എന്തോ എനിക്കതാണ് ഇഷ്ടം. കുറച്ച് ഗ്ലിറ്റർ ഇടും കേട്ടോ, ദീപാവലിക്കല്ലേ കുറച്ച് ഗ്ലിറ്റർ ആവാം. ഒരു ഷിമ്മർ ഷെയ്ഡ് എടുക്കുന്നുണ്ട്, ദിസ് വൺ, ഈ ഒരു ഷിമ്മർ. മുഖത്തൊക്കെ ഇരിക്കും ഭയങ്കര ഇഷ്ടം. എൻ്റെ അടുത്ത് ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, പ്ലീസ് കോപ്പറേറ്റ്. യാ, ഐസ് ഡൺ. കാണാമോ? ഞാൻ പറഞ്ഞില്ല ഒരുപാടൊന്നും ഇടുന്നില്ല മേക്കപ്പ്, കാരണം രാത്രിയാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. അതിനെന്ത് കാണാം, ഫോട്ടോസ് എടുക്കുമ്പോൾ കാണാം. പിന്നെ ഒരു യൂസ് ചെയ്യുന്നത് സ്ട്രോക്ക് ക്രീം, ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലും അടിപൊളിയായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള എൻബൈബയുടെ ആട്ടോ. ഞാൻ എൻബൈബ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് അതാണ് ഒന്നുകൂടി ഇഷ്ടമായത്. ഇനി ഞാൻ നിങ്ങളെൻ്റെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് കാണിച്ചു തരാം, എവിടൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. 1 ഇവിടെ ഇവിടെ ഇവിടെ, ഇത് എല്ലാവർക്കും അറിയാമല്ലോ. വേറൊരു സ്ഥലമുണ്ട് കാണിച്ചത്. പിന്നെ യൂസ് ചെയ്യുന്നത് ഇവിടാണ് മെയിനായിട്ട്. നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ എടുത്ത് നിൽക്കും. സോ ആ ഒരു പോർഷൻ ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കും. ഏത് എല്ലാം നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിനിയും ഒരു പൊട്ട് തൊട്ടിട്ട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ടതിന് ശേഷം നമ്മൾ റെഡി. അപ്പം ഇനി ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്താ പറയുക, ഫൈനൽ ലുക്ക് നമ്മുടേതാണ്. ഞാൻ ജസ്റ്റ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു. ആൻഡ് എന്താ പറയുക, ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഒരു വലിയൊരു എന്താ പറയുക ഒരു ഇയറിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ മെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായി. സോ നമുക്ക് ഇങ്ങനത്തെ ഒക്കേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യിക്കുന്നത്.
ആൻഡ് യാ, ഇതാണ് എൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ അധികം എന്താ പറയുക ഭയങ്കര മിനിമലായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം മേക്കപ്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഹെവി ആക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. ആൻഡ് ബൈ ദ വേ, ഹാപ്പി ദിവാലി ടു ഓൾ. എൻജോയ് യുവർ ദിവാലി വിത്ത് യുവർ ഫാമിലി, ഫ്രണ്ട്സ്, ആൻഡ് just blast your Diwali. And yeah, till then, bye bye, stay tuned for